ഗെയ്സ്, നമ്മളിന്ന് പോണത് 5ാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മളൊരു 11 മണി ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 12 മണി ടു 1 മണി വരെയാണ് സ്കാനിങ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും സജിയേട്ടനും കൂടെയാണ് കേട്ടോ പോണത്. ഞാനിത് വ്യാഴാഴ്ചത്തേക്ക് ബുക്ക് ചെയ്ത് ഇതായിരുന്നു. അപ്പോൾ എനിക്കൊരു വയ്യായ്ക അങ്ങനെ തോന്നിയപ്പോൾ ഞാനത് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടാണ് ചെയ്തത്. രാവിലെ ഞാൻ പോന്നപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചതാട്ടോ. പക്ഷെ എനിക്കെന്തോ വണ്ടി കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ വിശന്നു കേട്ടോ. ഞാനതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതും പോണ വഴിക്ക് അങ്ങനെ കഴിച്ചുകൊണ്ട് പോന്നു കേട്ടോ. അതിനിടയിൽ വണ്ടി നമുക്കൊരു മുട്ടൻ പണിയും തന്നു കേട്ടോ. വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു. ഒന്നാകെ ആകെ പൊന്തിയിട്ട് സജിയേട്ടൻ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റിയിട്ടാണ്. പിന്നെ അവിടുന്ന് സജിയേട്ടൻ എന്തൊക്കെയോ ചെയ്ത് ഒക്കെ സെറ്റാക്കിട്ടോ. ഞങ്ങൾ അവിടെ കുറച്ച് ടൈം അങ്ങനെ പോയി. 12 മണിക്ക് എത്തേണ്ട ഞങ്ങൾ ഒരു 12:15 കഴിഞ്ഞിട്ടോ അവിടെ എത്തിയപ്പം. അതുവരെ ഞങ്ങൾ ആ പെട്രോൾ പമ്പിൽ തന്നെയായിരുന്നു കേട്ടോ. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. റെഡിയാവാതെ നമുക്കങ്ങനെ പോകാനും വയ്യല്ലോ, അതുകൊണ്ടാട്ടോ. പിന്നെ ഞങ്ങളൊരു 12:15 അവിടെ എത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ പ്രഷറും പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് എടുത്ത് ഡോക്ടർ പറഞ്ഞു മധുരമുള്ള ചായ കുടിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നടന്നിട്ട് വരാനാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചായക്കടയിൽ പോയിട്ട് ചായയും കുടിച്ചു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നല്ല കുറച്ച് അധികം നേരം തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു കേട്ടോ. സജിയേട്ടനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നടക്കാൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കിട്ടണില്ല, ഒന്നുകൂടി നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നടന്ന് പിന്നെ സ്കാനിങ് എടുത്തതിലാണ് കേട്ടോ റെഡി ആയത്. അങ്ങനെ നേരെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കാണിച്ച് 4 മണി 4:30 ആവാനായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം. നല്ല വിശപ്പുണ്ടായിരുന്നു ആ ടൈമായപ്പം. രാവിലെ കഴിച്ച് പോയതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ വെറും ചോറ് എവിടെ കിട്ടുക തിരഞ്ഞ് അങ്ങനെ നടന്ന് അവസാനം മഞ്ചേരി എത്താൻ നേരത്തായിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. പക്ഷെ അതാണെങ്കിൽ വെറും ചോറും എല്ലാ ഇതാനും ഞങ്ങൾക്ക് നെയ്ച്ചോറും ഗോബി മഞ്ചൂരിയായിട്ട് കിട്ടിയത്. ചിക്കൻ പിന്നെ കഴിക്കാൻ ഇപ്പോൾ പറ്റൂല, എനിക്ക് ഒരു നോമ്പുണ്ട്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.